ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുക നമ്മുടെ ശ്രുതിയെ കാണാനായിട്ട് ഭാമയെ കൂട്ടിക്കൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയാണ്. വരുന്നതിൻ്റെ ഉദ്ദേശം വന്നത് മറ്റൊന്നുമല്ല, ഇത്ര നേരമായിട്ട് നിന്റെ അച്ഛനെ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ ശ്രുതി, എൻ്റെ ഇത്ര നേരമായിട്ട് കാണാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ ഫ്ലൈറ്റിലാണ് ആൻറ്റി, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഫംഗ്ഷന് കൂടി വന്നിരിക്കുന്നതിൻ്റെ മുന്നിൽ വെച്ച് നീ എന്നെ നാണം കെടുത്തുമ്പോൾ ശ്രുതി, ഞാൻ എല്ലാവരോടും പറഞ്ഞു, വർഷയുടെ അച്ഛനോടും അമ്മയോടും അവിടെ വന്നിരിക്കുന്ന ആൾക്കാരോടും ഒക്കെ ആയിട്ട് പറഞ്ഞു ശ്രുതിയുടെ അച്ഛൻ വരുമെന്ന്. എല്ലാവരും ശ്രുതിയുടെ അച്ഛന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, അദ്ദേഹം എന്ത് ഇതുവരെ എത്താതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വരുവാൻ അച്ഛൻ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല, വിളിച്ചിട്ട് കിട്ടാനിട്ടാണെന്ന് പറയുക കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുകയാണ്, എന്നൊരു കാര്യം ചെയ്ത് ശ്രുതി, നീ ഇപ്പം തന്നെ ഒന്ന് അച്ഛനെ വിളിച്ചു ചോദിക്കുക, എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് പരുങ്ങുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, ആ ശരി തന്നെ, ഞാൻ വിളിച്ചു കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന സമയത്ത് താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ ടെൻഷൻ കൂടി വരികയാണ്. ഈ സമയത്ത് ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ വിഷമിക്കുമൊന്നും വേണ്ട, സുധീർ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നു എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ തീർച്ചയായിട്ടും താമസിയാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നതായിരിക്കും, നീ ടെൻഷൻ അടിക്കാതെ വാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ കൂട്ടിക്കൊണ്ട് ഭാമ പോകാനിരിക്കുന്ന സമയത്ത് ചന്ദ്ര ഒരു നിമിഷം അവിടെ നിൽക്കട്ടെ, എന്നിട്ട് വീണ്ടും ശ്രുതിയെ നോക്കിയിട്ട് പറയുന്നത്, എന്താ ശ്രുതി ഇത് ആഭരണങ്ങളൊന്നും ഇല്ലാതെ ഇവർക്ക് കാര്യമായിട്ട് കഴുത്തായിട്ട് കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മീര ചോദിക്കുകയാണ്, ആൻറ്റിയുടെ കണ്ണിനത്തെ കാഴ്ചക്കുറവുണ്ട്, ഈ കിടക്കുന്ന ആഭരണങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുക, അതല്ല ഇതൊക്കെ തന്നെ ആഭരണങ്ങൾ, പക്ഷെ നീ വർഷയുടെ കഴുത്തേക്കിടില്ല, അവക്കടെ കഴുത്ത് പോലും കാണാൻ പറ്റുന്ന പോലെയാണ് ആഭരണങ്ങൾ ഇട്ടേക്കുന്നത്, ഇതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് ചന്ദ്ര പറയുന്ന സമയത്ത് ഭാമ പറയുകയാണ്, നീ സമാധാനിക്ക്, ഇപ്പൊ ചന്ദ്ര ചിലപ്പോൾ ശ്രുതിയുടെ അച്ഛൻ വരുന്ന സമയത്ത് സ്വർണവും പണമൊക്കെ കൊണ്ടുവരുമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ കണ്ണ് തള്ളാണ്ട് വേഗം തന്നെ ചന്ദ്ര പറയുന്നത്, ആ ശരിയായിരിക്കും, ചിലപ്പോൾ കിലോ കണക്കിനായിരിക്കും കൊണ്ടുവരുന്നത്, ശ്രുതി എത്ര കിലോ സ്വർണം കൊണ്ടുവരുന്ന അച്ഛൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് മീര പറയുന്നുണ്ട്, പിന്നെ കിലോ കണക്കിന് കൊണ്ടുവരാൻ ഇതിൻ്റെ വില പച്ചക്കറി വിലയാണ് ആൻറ്റി, അവിടെ നിന്ന് സ്വർണ്ണം അങ്ങനെയൊന്നും ഒരുപാടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, പോലീസുകാർ പിടിക്കുക, അതുകൊണ്ട് തന്നെ കുറച്ച് സ്വർണ്ണം കൊണ്ടുവരുമെന്നൊക്കെ ഇങ്ങനെ മീര പറയുകയാണ് കേട്ടോ. അതിനുശേഷം ശ്രുതിയോടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ആദ്യം സ്വർണ്ണമൊക്കെ ആയിട്ട് വരട്ടെ, എന്തായാലും അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, അതിന് മുന്നേ പുറത്തേക്ക് ഇറങ്ങണ്ട, വർഷയുടെ മുന്നിൽ നീ കൊച്ചാവും, പിന്നെ അച്ഛൻ വന്ന സമയത്ത് പറയണം, എല്ലാവരും കൂടി അദ്ദേഹത്തിന് അവിടെ ചെന്ന് സ്വീകരിക്കാനുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ചന്ദ്ര പോയതിൻ്റെ തൊട്ടുപുറകെ തന്നെ മീര പറയുന്നുണ്ട്, എടി നിന്റെ അമ്മായിമ്മ എന്ത് സാധനം നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല, ഇവരെന്ത് ഇങ്ങനെയൊക്കെ പണത്തിന് പിന്നാലെ മാത്രം പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പണ്ട് മുതൽ ഇങ്ങനെയാണ്, ആ ഒരു പണത്തിന്റെ പേരും പറഞ്ഞാൽ അവരെ ഞാൻ കയ്യിലെടുത്തുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അച്ഛൻ വരണമെന്നുള്ള ഒരേ വാശിയിലാണ് ആൻറ്റിയുള്ളൂ, നീ പറഞ്ഞിരുന്ന ആൾ അയാൾ ഇവിടെ എത്താറായില്ലേ, അയാൾ വന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് ശ്രുതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദാമു അങ്ങോട്ടേക്ക് വരുന്നത്. ദാമു പറയുകയാണ്, അതെ ഞാൻ എത്തിപ്പോയി എന്ന് പറയുകയും ഇരുവരും അങ്ങോട്ടേക്ക് നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മീര ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്ത് ഇത്ര വൈകിയത്, കൃത്യസമയത്തിന് ചടങ്ങിന് മുന്നേ തന്നെ വരാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അതിന് മുന്നേ വന്നല്ലോ, പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അവന് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ആണെന്ന് എനിക്കറിയില്ല, അതെല്ലാം തന്നെ മേടിച്ചു കൂടണം, മാത്രമല്ല വരുന്ന വഴിക്ക് ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ ചെയ്തു തീർക്കുന്നതായിരിക്കും, നിങ്ങൾ വിഷമിക്കണ്ട എന്നൊക്കെ ദാമു പറയുകയാണ്. ഉടനെ തന്നെ ദാമു ചോദിക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് അയക്കേണ്ടവനെ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് ഞെട്ടുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, എടി നീ ഇവനോട് സച്ചിനെ കൊല്ലാനാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീരയും ചോദിക്കുകയാണ്, നീ എന്താ അങ്ങനെ പറഞ്ഞത്, നിന്നോട് ഞാൻ കൊല്ലാനല്ലോ പറഞ്ഞത്, കുടിപ്പിച്ച് കടത്താനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, കുടിച്ചു കഴിഞ്ഞാൽ ഏതവനെ സ്വർഗത്തിൽ പോകും, ഞാൻ ആ കാര്യമാണ് ഉദ്ദേശിച്ചത്, എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുവരാൻ, അതായത് കുടിച്ച് ബോധം കെടുത്തേണ്ടവൻ ആരാണെന്ന് എന്നെ കാണിച്ചു തരാനാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. അങ്ങനെ ദാമുവിനെ കൂട്ടിക്കൊണ്ട് മീര സച്ചിയെ കാണിച്ചു കൊടുക്കാനായിട്ട് ചെല്ലുകയാണ്. സച്ചിയെ കണ്ടതിന് ശേഷം തിരികെ വന്നിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, അവനെ കയ്യിലെടുക്കാൻ എളുപ്പമായിരിക്കും, അവന് പിന്നെ ഒരു കുപ്പിയൊന്നും പോരാ, അവനൊരു 1.5 കുപ്പി വേണ്ടി വരും, അവനെ തീർച്ചയായിട്ടും ഞാൻ കുടിപ്പിച്ച് കടത്തുന്നതായിരിക്കും, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കാൻ നമ്മുടെ സച്ചിയെ രേവതിയാണ്. സച്ചിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കേണ്ട, കാരണം കാലാകെ ചവിട്ടി മരിച്ചിരിക്കുകയാണ്, ആ ഒരു വേദനയും കാര്യങ്ങളും എല്ലാം തന്നെ, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊരു ടെൻഷനും സച്ചിക്കുണ്ട് കേട്ടോ. സച്ചി കാല് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ രേവതിക്ക് സങ്കടമൊക്കെ ആവുന്നുണ്ട്. രേവതി പറയുന്നത്, സച്ചിയേട്ടൻ ഞാൻ കാല് തിരുമ്പി തരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണ്ട, ഈ ചടങ്ങ് ഇപ്പോഴെങ്ങാനും തീരൂ, അല്ലെങ്കിൽ ഈ ചടങ്ങിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു, 2 പെണ്ണുങ്ങളുടെ ചടങ്ങാ തീരാള്, ഈ താലിമാറ്റി ചടങ്ങൊക്കെ അന്ന് താല് കിട്ടിയ സമയത്ത് തന്നെ ചെയ്താൽ പോരായിരുന്നോ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും കൂടി ഇല്ലാത്ത ചടങ്ങ് ചെയ്യുന്നതിനൊക്കെ സച്ചി ഇങ്ങനെ പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടാ നിങ്ങളൊരു കാര്യം ചെയ്യാമോ, നിങ്ങളോട് ഞാൻ മിണ്ടിക്കോളാൻ പറഞ്ഞു, പക്ഷേ ഇതിന് ആവശ്യമില്ലാത്ത സമയത്തൊന്നും മിണ്ടണ്ട, നിങ്ങൾ വായടിച്ച് മിണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിക്ക് ഒരു കോള് വരുന്നത്. സച്ചി രേവതിയോട് ചോദിക്കുന്നു, ഞാൻ ഈ കോൾ എടുത്തോട്ടെ എന്ന് ആക്ഷനെ കാണിക്കുന്ന സമയത്ത് എടുത്തോളാനായിട്ട് രേവതി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി മാറി സംസാരിക്കുന്നത് മറ്റൊരു ഓട്ടത്തിന് വേണ്ടി സച്ചിനെ വിളിക്കുന്നതാണ് കേട്ടോ. സച്ചി താൻ വരുന്നില്ല, താനൊരു ഫംഗ്ഷനിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹിമ പറഞ്ഞു വിട്ടിരിക്കുന്ന ആൾ പുറമേന്ന് വന്നിട്ട് സച്ചിക്ക് നല്ല അടി വെച്ച് കൊടുക്കുന്നത്.
ഈ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയും തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തന്നെ സച്ചിക്ക് ദേഷ്യം ഇറക്കാനാവുന്നില്ല. സച്ചി അദ്ദേഹത്തിന് തല്ലാനായിട്ട് കൈ ഒങ്ങാണ്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ആകാംക്ഷയിൽ നിൽക്കാട്ടെ നമ്മുടെ മഹിമ. പെട്ടെന്ന് തന്നെ സച്ചി കൈ താഴ്ത്തിയതിനു ശേഷം പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഈ കാണിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത്, സോറി ബ്രോ, ഞാൻ എനിക്ക് അറിയാവുന്ന എന്റെ ഫ്രണ്ട് ആയിരിക്കുമെന്ന് കരുതിയിട്ടാണ് പുറകിൽ നിന്ന് വന്ന് തല്ലിയത്. അവൻ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അവനെ പോലെ തന്നെ ഉണ്ട്, അവനായിരിക്കുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാള് സച്ചിനോട് സോറി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം തന്നെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതി എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയെ സച്ചിനെ കാണിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് അറിയാതെ പറ്റിയതാണെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. അറിയാതെ പറ്റിയതൊന്നും, ഇയാൾക്ക് മുഖത്ത് നോക്കിയിട്ടൊക്കെ ചെയ്താൽ പോലെ, ഇയാളുടെ ഫ്രണ്ടാണെന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെയൊക്കെ തല്ലാൻ കൊള്ളാവോ? തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ അയാളാണെന്ന് ഉറപ്പ് വരുത്തിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, ഞാൻ ഇയാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് മഹിമ പറഞ്ഞു വിട്ടിരിക്കുന്ന ആൾ വേഗം തന്നെ പറയുന്നുണ്ട്, അതേ ഞാൻ മനഃപൂർവ്വം തല്ലിയതാണ്, നീയാണെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ തല്ലിയത്, നിനക്കെന്നെ തല്ലണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി രൂക്ഷമായിട്ടൊന്ന് അയാൾ നോക്കണ്ട. അതിനുശേഷം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു വന്നതിന് ശേഷം പറയുന്നുണ്ട്, ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് യാതൊരു താല്പര്യമില്ല എൻ്റെ ബ്രോ, ഇനി ആരെയും ഇതുപോലെ ചെയ്യരുത്, ആളാരെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാവുള്ളൂ, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞു കയറാം. അയാൾ പോയി കഴിയുമ്പോൾ രേവതിയുടെ ദേഷ്യം ഇറങ്ങുന്നില്ല കേട്ടോ. രേവതി പറയുന്നുണ്ട്, എന്ത് കാര്യത്തിന് അയാൾ സച്ചിനെ തല്ലിയത്, സച്ചിനെ തല്ല അയാൾക്ക് എന്താ അധികാരം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതി നീ അത് വിട്ടുകളവാ, നമ്മൾ കാരണം ഒരു ചടങ്ങ് അലങ്കോലം ആവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ സമാധാനിപ്പിച്ച് തന്നെ സച്ചിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടിരുത്താൻ കേട്ടോ. എവിടെ ചെന്നാലും നമ്മുടെ രേവതി അയാളെ സമാധാനിപ്പിച്ചു. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ഇതേ സമയം തന്നെ അയാൾ മഹിമയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ പ്ലാനിങ് എല്ലാം ചീറ്റുവാള് ചേച്ചി, എന്തൊക്കെ ചെയ്തിട്ടും അവൻ തിരിച്ച് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ കണ്ടു നീ അവനെ കണ്ട് നല്ല രീതിയിൽ തന്നെയാണ് തല്ലിയത്, പക്ഷെ എന്ത് ചെയ്തിട്ട് അവൻ പ്രതികരിക്കുന്നില്ലല്ലോ എന്നൊക്കെ മഹിമ പറയുന്ന സമയത്ത്, ഇത് നമ്മൾ എന്ത് ചെയ്യാനും ചേച്ചി, ഞങ്ങൾ പല തവണകളായിട്ട് ശ്രമിച്ചതല്ലേ, പക്ഷേ അവൻ എന്ത് ചെയ്തിട്ടും യാതൊരു പ്രയോജനമില്ല എന്നൊക്കെ ഇവർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും മഹിമ പറയുന്നുണ്ട്, എന്തെങ്കിലും കാണിച്ചിട്ടായാലും അവൻ മൂലം ഒരു ചടങ്ങ് അലങ്കോലമാകണം. ഈ ഒരു ചടങ്ങിൽ സച്ചിയെ പ്രകോപിതനാകാനായിട്ട് നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊന്നും ഒരു ഭീഷണിയോടും കൂടിയിട്ട് മഹിമ അവിടെ നിന്ന് പോവാൻ കേട്ടോ. മഹിമ പോയി കഴിയുമ്പോൾ തന്നെ രണ്ടുപേരും കൂടെ പറയുന്ന മറ്റൊന്നും അല്ലാട്ടെ, എന്ത് രീതിക്കായിരിക്കും സച്ചിയെ വരുന്നത്, നമ്മൾ പല രീതിക്ക് ശ്രമിച്ചു, പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും സച്ചി ദേഷ്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സച്ചിയാകട്ടെ കാലും വേദന എടുക്കുന്നു, പുറവും വേദന എടുക്കുന്ന, ആകെപ്പാടെ സങ്കടത്തിലേക്കാണ്. അപ്പൊ സച്ചിയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോഴത്തേ രേവതിക്ക് സങ്കടമാവുന്നുണ്ട്. രേവതി പറയുന്നത്, സച്ചിയുടെ നിങ്ങൾ ഇത്ര പാവമാവണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ ശരിയാവും, ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചടങ്ങ് കുളമാവുകയില്ലേ, അത് വേണ്ട, നീ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞൊരു പാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി, അയ്യോ പാമ്പോ എവിടെയെന്ന് പറഞ്ഞിട്ട് രേവതി ചാടി എഴുന്നേക്കാണ്. എൻ്റെ രേവതി നീ ഇവിടെ ഇരിക്കും, ഇവിടെ പാമ്പുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു പാമ്പിന്റെ അവസ്ഥയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് പാമ്പ് ആരെ ഉപദ്രവിക്കാതെ അടങ്ങി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ആൾക്കാർ അങ്ങോട്ട് ഉപദ്രവിക്കുന്നത് കണ്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയാണ് എൻ്റേതെന്നാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് സച്ചി പറയുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, എത്രയും വേഗം ഈ ഒരു ചടങ്ങൊന്നും തീർന്നാൽ മതിയായിരുന്നു, എനിക്ക് ആകപ്പാടെ ടെൻഷനായി തുടങ്ങി, എനിക്ക് തോന്നുന്നത് എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് മനഃപൂർവ്വം ആൾക്കാർ വരുന്നതാണ് എന്നൊക്കെയാണ് നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് മാറി നിന്നുകൊണ്ട് തന്നെ അശോകൻ രവിയോട് പറയുന്നുണ്ട്, ഈ സച്ചി എന്തെങ്കിലും മാറി നിൽക്കുന്നത്, സാധാരണ ഇതുപോലത്തെ ചടങ്ങുകളൊക്കെ വന്നാൽ അവൻ നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരുന്നല്ലോ, ഇത് കുറച്ച് ഓവറാണ് രവി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഓവറൊന്നുമല്ല അശോക, അവനോട് ഞാൻ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ്, നിനക്കറിയാലോ ചന്ദ്രയുടെ കാര്യം, അവൻ എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ചന്ദ്ര പറയുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ അവൻ യാതൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഞാൻ അവനോട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതെന്നൊക്കെ അശോകനായിട്ട് പറയുകയാണ്. ഇതേ സമയം തന്നെയാണ് സച്ചിയുടെ രേവതി അടുത്തേക്ക് ഭാമ വരുന്നത്. ഭാമ പറയുന്നത്, നിനക്ക് എന്ത് പറ്റി രേവതി, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഒരു ചടങ്ങിന് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും പങ്കെടുത്ത് മര്യാദയ്ക്ക് ഓടി നടന്നവളല്ലേ, ഇതിനെ ഈ അന്യരെ പോലെ പുറകിൽ വന്നിരിക്കുന്നതിനൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇത് നമ്മുടെ വീട്ടുകാർ നടത്തുന്ന ചടങ്ങല്ലാണ്ട് ഇത് വർഷയുടെ വീട്ടുകാർ നടത്തുന്നല്ല, ഇതിനകത്ത് നമുക്ക് എന്താ റോൾ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുന്ന സമയത്ത്, അത് ശരിയാണ്, അതേ നിന്നെ അവിടെ ചന്ദ്ര അന്വേഷിക്കുന്നുണ്ട്, വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്നു പറഞ്ഞുകൊണ്ട് ഭാമ അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്ന് തന്നെ രേവതി പോകാനെടുക്കുന്ന സമയത്ത് രേവതിയുടെ കൈ പിടിച്ച് നോക്കിയിട്ട് സച്ചി പറയുന്നുണ്ട്, രേവതി നീ പോകല്ലേ, എനിക്ക് പേടിയാകുന്നു, എന്നെ ആരെങ്കിലും ദേഷ്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ നിൽക്കുമോ എന്നൊരു പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, സച്ചിൻ ഒന്നുകൊണ്ടും പേടിക്കണം, ഞാൻ എവിടെയാണെങ്കിലും സച്ചിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും എൻ്റെ കണ്ണുകളുള്ളത്, സച്ചിനെ ആരും ഉപദ്രവിക്കാൻ വരികയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാൻ കേട്ടോ. ഈ ഒരു സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് രവിയും അശോകനും വരുന്നത്. വന്ന ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, സച്ചി മറുപടി പറയുമ്പോഴത്തേക്കും, എങ്ങനെ ഇരിക്കുന്നതല്ലേ നിനക്ക് നല്ലത്, ഏത് സമയത്ത് ഇതുപോലെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ പകുതി പ്രശ്നം നിന്റെ തീരുമെന്നൊക്കെ രവി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്ന, അച്ഛൻ ഇവിടെ ഇരിക്കുക, എനിക്കിവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല, അച്ഛൻ എൻ്റെ അടുത്ത് ചേർന്നിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് രവിനെയും അശോകനെ അവിടെ പിടിച്ചിരുത്താണ്. ഈ ഒരു സമയം തന്നെ തൊട്ടുപിറകിലായിട്ട് നമ്മുടെ ദാമു നിൽക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും ഒന്നും മാറിയാലാണ് സച്ചിയെ കൂട്ടിക്കൊണ്ട് വെള്ളം അടുപ്പിച്ച് വഷളാക്കി ഈ ഒരു ചടങ്ങ് അലങ്കോലമാകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആൾക്കാർ മാറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് തൊട്ടുപുറകിൽ തന്നെ ദാമു.
ഈ ഒരു സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, അല്ല രവിയായിട്ട് നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളെന്താ അന്യനെ പോലെ ഇരിക്കുന്നത്, നിങ്ങളുടെ മക്കളുടെ ചടങ്ങല്ലേ ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പുറകെ വന്നിരിക്കാതെ ഇങ്ങനെ വന്നേ, എല്ലാവരോടും സംസാരിച്ചതേ ആ മധുസൂദനോട് പോയി സംസാരിക്കും. നമ്മൾ വന്ന സമയത്ത് അയാൾ മാന്യമായ രീതിക്ക് നമ്മളോട് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തില്ലേ, നിങ്ങളൊന്നും നിന്ന് അദ്ദേഹത്തോട് മിണ്ടിക്കുക എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര രവിയോടായിട്ട് പറയുകയാണ്. ഉടനെ തന്നെ രവിയും സച്ചിയും പരസ്പരം നോക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.